എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അടിപൊളി മട്ടൻ കറിയാണ്. നല്ല ടേസ്റ്റുള്ളൊരു മട്ടൻ കറിയാണ്. അപ്പോൾ മട്ടൻ വീട്ടിലുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വളരെ ടേസ്റ്റിയുള്ള ഈ മട്ടൻ കറി നമുക്ക് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. ആദ്യം നമുക്ക് ഈ പൊടികളൊക്കെ ഒന്ന് വറുത്തെടുക്കണം. അതിനായിട്ട് 1 ടേബിൾ സ്പൂൺ അളവിൽ മുളക് പൊടി എടുത്തിട്ടുണ്ട്, 1 ടേബിൾ സ്പൂൺ അളവിൽ മല്ലിപ്പൊടിയും എടുത്തിട്ടുണ്ട്, 1 ടീസ്പൂൺ മാത്രം മഞ്ഞൾപ്പൊടിയും എടുക്കുക. ഇനി ഇത് മൂന്നും കൂടി ഒന്ന് ചൂടാക്കിയെടുക്കാം. ഏത് കറിയിലേക്കാണെങ്കിലും ചിക്കൻ കറി ആണെങ്കിലും ബീഫ് കറി ആണെങ്കിലും ഒക്കെ മസാല ഇതുപോലെ വറുത്തിട്ട് നമ്മൾ ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ കറിക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇതൊന്ന് ചൂടാക്കി എടുക്കാം. ചെറുതായിട്ടൊന്ന് കളറ് മാറി വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ചെറിയ തീയിട്ടിട്ട് ചെയ്തെടുത്താൽ മതി. തീ കൂട്ടി വെച്ചാൽ പൊടിയൊക്കെ കരിഞ്ഞു പോകും. അതുകൊണ്ട് ലോ ഫ്ലെയിമിൻ്റെയും മീഡിയം ഫ്ലെയിമിൻ്റെയും ഇടയിലായിട്ട് വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഇനി നമ്മളിത് കുക്കറിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ അതിനായിട്ട് കുക്കറിലേക്ക് ഞാനിവിടെ 1/2 കിലോ മട്ടൻ നല്ലോണം കഴുകി ക്ലീനാക്കി വെച്ചതാണ്, അതിട്ട് കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള പൊടി ഒരു 2 ടീസ്പൂൺ അളവിൽ ഇട്ടെടുക്കുന്നുണ്ട്. ഇനി വേണ്ടത് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റാണ്. അപ്പോൾ ഞാനിവിടെ 1 ടീസ്പൂണ് വെളുത്തുള്ളിയും 1 ടീസ്പൂൺ ഇഞ്ചിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഗരം മസാലപ്പൊടിയാണ് 1/2 ടീസ്പൂൺ അളവിൽ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. 1/2 ടീസ്പൂണാണ് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ലപോലെ മിക്സ് ആക്കിയതിന് ശേഷം കുറച്ച് വെള്ളം, ഒരു 1/4 കപ്പ് അളവിൽ വെള്ളം ഒഴിച്ചെടുത്തിട്ട് ഒന്നും കൂടി മിക്സ് ആക്കിയെടുക്കാം. ഇത് കുക്കറിൽ വെച്ചിട്ട് 3/4 ഭാഗം മാത്രമേ വേവിച്ചെടുക്കുന്നുള്ളൂ, മുഴുവനായിട്ട് വേവിച്ചെടുക്കുന്നില്ല. പിന്നെ അവസാനം ഒരു മസാലക്കൂട്ട് ഉണ്ടാക്കിയിട്ട് അതിൽ വെച്ചിട്ടാണ് ബാക്കി വേവിച്ചെടുക്കുന്നത്. ഇനി കുക്കറൊന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഞാനിവിടെ 3 വിസിൽ വരെയാണ് വേവിച്ചെടുത്തിട്ടുള്ളത്. ഇറച്ചിക്കനുസരിച്ച് വേവിന് വ്യത്യാസം ഉണ്ടാവും. നല്ല മൂത്ത മട്ടൻ ആണെന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ വിസിൽ വേണ്ടി വരും. ഇളയ മട്ടൻ ആണെന്നുണ്ടെങ്കിൽ 3 വിസിൽ കൊണ്ട് തന്നെ വെന്ത് വരും. അപ്പോൾ എനിക്കിവിടെ 3 വിസിൽ വന്നപ്പോഴേക്കും 3/4 ഭാഗം വെന്ത് കിട്ടിയിട്ടുണ്ട്. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് 3 വിസിൽ വേവിച്ചെടുത്തത്. ഇനി നമുക്കിത് ആവി പോയതിന് ശേഷം മാത്രം തുറന്ന് നോക്കിയാൽ മതി. ഇനി വേറൊരു ചട്ടി അടുപ്പത്ത് വെക്കാം. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കുക. ഇതിലേക്ക് 3 ഏലക്ക, 4 ഗ്രാമ്പു, ചെറിയൊരു കഷ്ണം പട്ട പൊടിച്ചതും കൂടി ഇട്ടെടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടും ചൂടായി വന്നാൽ ഇതിലേക്ക് നമുക്ക് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇട്ടെടുക്കാം. 1 ടേബിൾ സ്പൂൺ അളവിൽ വെളുത്തുള്ളിയും 1 ടേബിൾ സ്പൂൺ അളവിൽ ഇഞ്ചിയും കൂടി ഇട്ടെടുത്തിട്ട് ഇതിൻ്റെ ആ പച്ചമണ്ണൊക്കെ ഒന്ന് മാറി കിട്ടോളം നന്നായിട്ട് മിക്സ് ആക്കി എടുക്കുക. ഇതിൽ റോസ്മെല്ലൊക്കെ ഒന്ന് മാറി കിട്ടിയാൽ നമുക്കിതിലേക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 3 പച്ചമുളക് കീറിയിട്ട് ഇട്ടെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലും 2 വറ്റൽമുളക് കീറിയിട്ട് അതും കൂടി ഇട്ടെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് സവാളയാണ്. അപ്പോൾ ഞാനിവിടെ വലിയ 2 സവാള കട്ട് ചെയ്തെടുത്തതാണ്, അതിലേക്ക് ഇട്ടെടുക്കാം. ഇതൊന്ന് പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ കൂടെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ലപോലെ വഴറ്റിയെടുക്കാം. അപ്പോൾ സവാള ചെറുതായിട്ടൊന്ന് വഴന്ന് കിട്ടിയിട്ടുണ്ട്, കളറ് മാറിയൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. മീഡിയം സൈസിലുള്ള 2 തക്കാളി കട്ട് ചെയ്തെടുത്തതാണ്, അതിലേക്ക് ഇട്ടെടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. തക്കാളി നല്ല പോലെ ഒന്ന് വഴന്ന് കിട്ടണം. അതിനായിട്ട് നമുക്ക് കുറച്ച് നേരം ഒന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. കുറച്ച് നേരം ഒന്ന് അടച്ച് വെച്ചപ്പോഴേക്കും തക്കാളിയൊക്കെ നല്ല പോലെ വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 ചെറിയ ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്തെടുത്തതാണ്, ഇതും കൂടി ഇട്ടെടുക്കാം. ഇനി ഉരുളക്കിഴങ്ങ് ഇഷ്ടമില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഇതൊന്ന് സ്കിപ്പ് ചെയ്യാം. നല്ലപോലെ മസാലയിലൊന്ന് മിക്സാക്കി എടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള പൊടി മുഴുവനായിട്ടും ഇതിലേക്ക് ഇട്ടെടുക്കാം. ഇതിന് കൂടെ തന്നെ 1 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും കൂടി ഇട്ടെടുക്കുന്നുണ്ട്. ഇനി ഈ പൊടികളൊക്കെ മസാലയിൽ നല്ലപോലെ മിക്സായി കിട്ടണം, അതുവരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഈ പൊടികളൊക്കെ നല്ലപോലെ മസാലയിൽ മിക്സായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കരുത്, നല്ല തിളച്ച വെള്ളം വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഞാനിവിടെ 1 കപ്പ് അളവിൽ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കറിയുടെ തിക്കിനനുസരിച്ച് വെള്ളം കൂട്ടിയും കുറച്ചൊക്കെ ഒഴിച്ചു കൊടുക്കാം. ഇത് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമ്മൾ നേരത്തെ 3/4 ഭാഗം വേവിച്ച് വെച്ചിട്ടുള്ള മട്ടന് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ലപോലെ മിക്സാക്കി കൊടുക്കാം.
ഇനി കുറച്ച് നേരം ഒന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. നമ്മൾ മട്ടൺ മുക്കാൽ ഭാഗം മാത്രമാണ് വേവിച്ചെടുത്തിട്ടുള്ളത്. കുറച്ചും കൂടി ഒന്ന് വേവാനുണ്ട്. അപ്പോൾ അത് ഈ മസാലയൊക്കെ ഇടുന്നിട്ട് നന്നായിട്ടൊന്ന് വെന്ത് കിട്ടണം. അപ്പോൾ ആ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ കുറച്ച് നേരം ഒന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കുക. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിച്ചെടുത്താൽ മതി. ഏകദേശം ഒരു 15 മിനിറ്റ് വരെ വേവിച്ചെടുക്കാം. 15 മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കുമ്പോഴേക്കും നമ്മുടെ മട്ടനൊക്കെ അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ടാകും. അപ്പോൾ ഈ അടപ്പം തുറന്ന് നോക്കുമ്പോൾ തന്നെ നല്ല സ്മെല്ലാണ് വരുന്നത്. മട്ടനൊക്കെ നല്ല സൂപ്പറായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ മട്ടൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ചോറിൻ്റെ കൂടെയും അപ്പത്തിൻ്റെയും ചപ്പാത്തിയുടെയും കൂടെയൊക്കെ കഴിക്കാൻ ബെസ്റ്റ് കോമ്പിനേഷനാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്